ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരട്ടെ. ദൈവത്തെ വേണ്ടാത്ത മനുഷ്യനെ ദൈവം തേടിയിറങ്ങിയ സുദിനമാണ് ക്രിസ്മസ്. ദൈവത്തെ വേണ്ടാത്ത മനുഷ്യനെ ദൈവം തേടി യാത്ര പുറപ്പെട്ട സുദിനമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ ദൈവം എന്തിനു വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് നാം ചിന്തിക്കുക. വേദപുസ്തകം നമ്മുടെ മുൻപിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അവതരിപ്പിക്കുന്ന രണ്ട് അടയാളങ്ങളുണ്ട്. ഇടയരോട് യേശു മാലാഖമാർ പറയുന്നു, നിങ്ങൾക്ക് അടയാളമോ? പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും. യേശുക്രിസ്തു മനുഷ്യ രൂപം ധരിച്ച് ഈ ഭൂമിയിൽ വന്നപ്പോൾ അതിഥികളെ സ്വീകരിക്കുവാനായി ഒരുക്കപ്പെട്ടതായ സത്രങ്ങളൊന്നും തുറന്നില്ല. സത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭയസ്ഥാനം എന്നാണ്. അഭയസ്ഥാനമാകേണ്ട സത്രങ്ങൾ ഒന്നും ജോസഫിനോ മറിയയ്ക്കോ അഭയം നൽകിയില്ല. അതെല്ലാം കൊട്ടി അടയ്ക്കപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിന് കിടക്കുവാനായി ലഭിച്ചതായിട്ടുള്ള ഇടം കാലിത്തൊഴുത്താണ്. ഇടം കിട്ടാത്തവന്റെ സുദിനമാണ് ക്രിസ്മസ്. സത്രങ്ങളൊന്നും തുറക്കപ്പെടാതെ ഇരുന്നപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് പുൽത്തൊഴുത്തിലാണ്. യേശുക്രിസ്തുവിനെ ആദ്യം വന്ദിച്ചത് ഇടയന്മാരാണ്. കാരണം ആട്ടിടയർ തങ്ങളുടെ ആടുകളെ രാത്രി സമയങ്ങളിൽ ജാഗ്രതയോടുകൂടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ അവയെ രക്ഷിക്കുവാനായി അവർ ജാഗ്രത പാലിച്ചു. അങ്ങനെ ഉറക്കം ഇല്ലാതെ ഉണർന്നിരുന്ന ഇടയന്മാർക്കാകുന്നു യേശു ക്രിസ്തുവിന്റെ ജനന വാർത്ത ആദ്യമേ മാലാഖമാർ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നൽകേണ്ടതായിട്ടുള്ള അവസരങ്ങളാണ് ക്രിസ്മസിന്റെ കാലഘട്ടം. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ കാലഘട്ടങ്ങൾ നാം ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ, നാം നമ്മോട് തന്നെ ചോദിക്കുക, യേശുവിന് യഥാർത്ഥമായിട്ടുള്ള ഇടം നാം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടതായിട്ടുള്ള നിമിഷമാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹവും കരുതലും, ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ വെളിപ്പെട്ടതായിട്ടുള്ള ദിനമാണ് ക്രിസ്മസ് എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും ഓർക്കുക. ഒരിക്കൽ ഒരു പ്രതിമ വിൽപ്പനക്കാരൻ കളിമൺ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഒരു പ്രതിമ വിൽക്കുവാനായി അദ്ദേഹം ഇങ്ങനെ തേടി അലയുകയാണ്. ഈ പ്രതിമ വാങ്ങിക്കുവാനായി കഴിവുണ്ട് എന്ന് കരുതിയതായിട്ടുള്ള പല ഭവനങ്ങളും അദ്ദേഹം കയറി ഇറങ്ങി. പക്ഷെങ്കിൽ അവരാരും ഈ പ്രതിമ വാങ്ങുവാനായി തയ്യാറായില്ല. നിരാശയോടുകൂടെ താൻ മടങ്ങിപ്പോകുവാനായി ഭാരമേറിയതായിട്ടുള്ള ചുമട് വഹിച്ച് മടങ്ങിപ്പോകുവാനായി ഒരുങ്ങി. ആ മടക്കയാത്രയിൽ അദ്ദേഹം ആ വഴിയരികിൽ കണ്ടതായി ഒരു കുടിലിലേക്ക് കയറി. ആ കുടിലിൽ കയറിയതായിട്ടുള്ള സന്ദർഭം അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് അല്പം കുടിക്കുവാനായി ജലം തരണം. ഞാൻ വളരെ ക്ഷീണിതനാണ്. കാരണം ഞാൻ ഈ പ്രതിമ വിറ്റ് എന്റെ അഹോവൃത്തി കഴിക്കുവാനായി ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷെങ്കിൽ ഈ പ്രതിമ വാങ്ങുവാനായി ആരും തന്നെ തുനിഞ്ഞില്ല. ഈ ഭവനം, ഈ കുടിലിൽ ഒരു സാധുവായിട്ടുള്ള സ്ത്രീ മാത്രമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് കുടിക്കുവാനായി ജലം കൊടുത്തു കഴിഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ അവർക്ക് വലിയ പ്രയാസമുണ്ടായി. മനസ്സിൽ തോന്നി, ഈ ഭാരമേറിയതായിട്ടുള്ള ചുമട് വഹിച്ചുകൊണ്ട് ഇനിയും ദീർഘയാത്ര ഇദ്ദേഹം ചെയ്യണമല്ലോ. അദ്ദേഹം ആ സാധുവായിട്ടുള്ള സ്ത്രീ വിചാരിക്കുകയാണ്,
ഈ പ്രതിമ ഞാൻ വാങ്ങിക്കാം, എന്റെ കയ്യിലുള്ള നാണയത്തുട്ടുകളൊക്കെ കൊടുത്ത് ഈ പ്രതിമ വാങ്ങിക്കാം. അങ്ങനെ അവർ ആ പ്രതിമ, കളിമൺ പ്രതിമ വാങ്ങി. താൽക്കാലികമായിട്ടുള്ള സൗകര്യം, അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഭവനം. ആ ഭവനത്തിൽ ഈ പ്രതിമ എവിടെയാണ് സൂക്ഷിക്കുന്നത്? സൂക്ഷിക്കുവാനായിട്ട് ഒരിടമില്ല. അദ്ദേഹത്തോടുള്ള മനസ്സലിവ് കൊണ്ട് ഈ പ്രതിമ വാങ്ങിയതാണ്. ഏതാ അല്പനേരം ചിന്തിച്ചതിനു ശേഷം ഈ പ്രതിമ ആ കൂരയുടെ ഒരു മൂലയിൽ കൊണ്ടിട്ടു. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം വന്നു. മഴ പെയ്തു, ഈ കുടിൽ ചോർന്നൊലിക്കുവാനായി തുടങ്ങി. എന്നാൽ ചോർന്നൊലിക്കാത്തതായിട്ടുള്ള ഒരു ഇടത്ത് ഈ സാധുവായിട്ടുള്ള സ്ത്രീ പോയി കിടന്നുറങ്ങി. നേരം വെളുത്തു, എഴുന്നേറ്റു. ഈ ഭവനം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ആ ഭവനത്തിൽ മുഴുവനും ഭയങ്കരമായിട്ടുള്ള പ്രകാശം. എന്താണ് ഈ പ്രകാശത്തിന്റെ കാരണം എന്ന് അവർ അന്വേഷിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ താൻ വാങ്ങിയതായിട്ടുള്ള ഈ കളിമൺ പ്രതിമ, ആ കളിമൺ മുഴുവനും ഈ മഴത്തുള്ളിയിൽ ഒലിച്ചു പോയതായിട്ടുള്ള സന്ദർഭത്തിൽ അവിടെ അവശേഷിക്കുന്നത് ഒരു സ്വർണ്ണ പ്രതിമയാണ്. ഈ സ്വർണ്ണ പ്രതിമയെ, അതായത് പൊതിഞ്ഞതായിട്ടുള്ള ഈ കളിമൺ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ കളിമൺ ഒലിച്ചു പോയപ്പോൾ ഈ അതായത് സ്വർണ്ണ പ്രതിമ അവർക്ക് ലഭിക്കുകയാണ്. ഉള്ളിൽ ആരാകുന്നു വസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാകുന്നു നാം ഓരോരുത്തരും വിലയുള്ളതാകുന്നു. ഈ ഭവനത്തിൽ അവൾ സന്തുഷ്ടയായി. കാരണം അവൾക്ക് ഈ സ്വർണ്ണ പ്രതിമ ലഭിക്കുവാനായിട്ടുള്ള ഏക കാരണം അവളുടെ ഉള്ളിലുണ്ടായ മനസ്സലിവാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത്, മനസ്സലിവോടുകൂടെ മറ്റുള്ളവന്റെ വേദന നാം സഹിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഓർക്കുക. ആ സാധുവായിട്ടുള്ള സ്ത്രീ സമ്പന്നയായി തീർന്നു. കാരണം അവൾക്ക് ലഭിച്ചതായിട്ടുള്ള ആ സ്വർണ്ണ പ്രതിമ, ആ സ്വർണ്ണ പ്രതിമ അതിൽ ഉള്ളിൽ ഉണ്ട് എന്ന് വിചാരിച്ചല്ല അത് വാങ്ങിയത്. പിന്നെയോ ആ മനുഷ്യന്റെ ക്ലേശം സഹിക്കുവാനായി അവൾക്ക് സാധിച്ചില്ല. പ്രിയമുള്ള ദൈവജനമേ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് നാം ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ്. ആ ദൈവത്തെ വേണ്ടാത്തതായിട്ടുള്ള മനുഷ്യനെ തേടി യാത്ര പുറപ്പെട്ടതായിട്ടുള്ള സുദിനമാകുന്നു ക്രിസ്മസ് എന്നുള്ളത് നാം ഓർക്കുക. ഇടം കിട്ടാത്തവന്റെ ദിനമാണ് ക്രിസ്മസ്. രണ്ടാമത്തെ ചിന്ത, രണ്ടാമത്തെ അടയാളം നക്ഷത്രങ്ങളാണ്. വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് സ്റ്റാറുകളുടെ ലോകത്തിലാകുന്നു നാം ജീവിക്കുന്നത്. എല്ലായിടത്തും സ്റ്റാറുകളാണ്. സ്റ്റാറുകളാകാൻ താല്പര്യമുള്ളവരാകുന്നു എല്ലാവരും. ചാറ്റനൂഗയുടെ ഈ മാർത്തോമ കോൺഗ്രിഗേഷനിലും ഉണ്ട് എന്നാണ് എന്റെ ചിന്ത. എല്ലാ തലങ്ങളിലും ഉണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. സ്റ്റാറുകളാകണം, നക്ഷത്രങ്ങളാകണം, ശ്രദ്ധിക്കപ്പെടുവാനായി താല്പര്യപ്പെടുന്ന ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ. ഇന്ന് സിനിമ സ്റ്റാറുകളുണ്ട്, സീരിയൽ സ്റ്റാറുകളുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. സ്റ്റാറുകളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാർ ആകുവാനായി ആഗ്രഹിക്കുമ്പോൾ ഓർക്കുക, സ്റ്റാർ ആകേണ്ടതിന്റെ ലക്ഷ്യം എന്താകുന്നു എന്നുള്ളത്. എന്താകുന്നു ഒരു സ്റ്റാറിന്റെ ലക്ഷ്യം? ഇവിടെ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്റ്റാറുകൾ വഴികാട്ടികളാകണം. സ്റ്റാറുകൾ വഴികാട്ടികളാകണം. വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. ഇതാ വിദ്വാൻമാർ നക്ഷത്രത്തെ അനുധാവനം ചെയ്യുകയാണ്. അവർ യാത്ര തുടർന്നു. ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. കാരണം അവിടെ അവരുടെ ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. അവർ ചിന്തിക്കുകയാകുന്നു, രാജാവ് ജനിക്കേണ്ടത്, രാജകുമാരൻ ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ്. നക്ഷത്രത്തെ അവർ അവഗണിച്ചു. ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെങ്കിൽ അവർക്ക് അവിടെ യേശു കുഞ്ഞിനെ കാണുവാനായി സാധിച്ചില്ല. അവർ മടങ്ങി വരികയാണ്. ഈ മടങ്ങി അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ നക്ഷത്രത്തിന്റെ ചലനം നിന്നു. അവർ തിരികെ വന്നപ്പോൾ വീണ്ടും നക്ഷത്രം ചലിക്കുവാനായി തുടങ്ങി. വീണ്ടും നക്ഷത്രം മുൻപോട്ട് പോവുകയാണ്. അവർ അതിനെ അനുധാവനം ചെയ്തു. ഈ പുൽത്തൊഴുത്തിന്റെ മുകളിൽ ഈ നക്ഷത്രം ആയപ്പോൾ ആ നക്ഷത്രം ചലനം നഷ്ടപ്പെട്ടു. അവിടെ നിന്നു അവർ ഉണ്ണിയേശുവിനെ കാണുകയാണ്. നക്ഷത്രം വഴികാട്ടികളാകണം. തുടർന്ന് നാം കാണുന്നത് ഈ നക്ഷത്രം വഴികാട്ടിയാകുന്നില്ല. അവിടെ അവർ യേശു കുഞ്ഞിനെ കണ്ടു.
യേശു കുഞ്ഞിനെ കണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ അവർ വളരെ സന്തോഷിക്കുകയാണ്. അവരുടെ ഉള്ളങ്ങൾ തുറന്നു. പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ചു. അവർ മടങ്ങി വരികയാണ്. തിരിഞ്ഞ് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലണം എന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവദൂതൻ അവർക്ക് വീണ്ടും പ്രത്യക്ഷനായി. യേശു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ തിരികെ പോയതായിട്ടുള്ള അല്ലെങ്കിൽ വന്നതായിട്ടുള്ള പാതയിൽ കൂടെ അല്ല മടങ്ങിപ്പോകേണ്ടത്. പ്രിയരെ, 2012 ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മടക്കയാത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലാകണം. ഈ വ്യത്യസ്ത തലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുവാനായി സാധിക്കണം. ഇടയന്മാർ അന്വേഷികളായിരുന്നു, വിദ്വാൻമാരും അന്വേഷികളായിരുന്നു. എന്നാൽ യേശു കുഞ്ഞിനെ കണ്ടെത്തിയതായിട്ടുള്ള സന്ദർഭത്തിൽ അവർ ആദ്യത്തെ മെസ്സഞ്ചേഴ്സായി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ കണ്ടതായിട്ടുള്ള വാർത്ത ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം അർത്ഥവത്താക്കുക. നാം ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായി തീരണം. ഇടം കിട്ടാത്തവന്റെ ദിനമാകുന്നു ഈ ക്രിസ്മസ് എന്നുള്ളത് ഓർക്കുക. ദൈവത്തെ വേണ്ടാത്ത മനുഷ്യന് ദൈവം തേടി പുറപ്പെട്ടതായിട്ടുള്ള ദിനമാകുന്നു ക്രിസ്മസ് എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഈ മാർത്തമ കോൺഗ്രിഗേഷനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു.